ലോക ചരിത്രത്തിൽ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കൊടിയത്തൂർ സാക്ഷ്യം വഹിച്ചത്. പറഞ്ഞതുപോലെ 1989 മെയ് മാസം 28-നാണ് ഇവിടെ നമ്മള് കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള വടകുകുറ്റി ആ ഒരു തെങ്ങിൻ തോട്ടത്തിൽ വെച്ചാണിത് നടന്നത്. ഞാനൊക്കെ ഒരു 10-24 വയസ്സ് 25 വയസ്സൊക്കെയാണ് ആ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്നത് ലോക അഹമ്മദിയ ഖലീഫയുടെ ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എന്നത് അവരെ എതിർക്കുന്ന എല്ലാവരും നശിക്കും എന്നുള്ള ഒരു വെല്ലുവിളി. അത് ഇസ്ലാമിക ലോകത്തോടാണ്. മുബാഹലക്ക് തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളി. സത്യത്തിൽ ആ വെല്ലുവിളി ഒരു ചങ്കൂറ്റത്തോടെ ഏറ്റെടുത്ത നാടാണ് കൊടിയത്തൂർ എന്നത്. അന്നതിന് നേതൃത്വം കൊടുത്ത അഞ്ചുമനി ഷായത്തെ ഇസ്ലാമും എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട പേര് എം മുഹമ്മദ് മദനിയുടേതാണ്. കാരണം ആ കുടുംബസമേതം ഒന്നിച്ച് ഇരുവിഭാഗമായി ഉള്ള ആ പ്രാർത്ഥനയിൽ മുസ്ലിം സമുദായത്തിൽ ആര് ഈ പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുക്കണമെന്നതിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും അന്നൊരു 44-കാരനായ എം മുഹമ്മദ് മദനിയാണ് കണ്ടെത്തിയത്. അപ്പൊ ഇത് ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ സംഭവിക്കുമ്പോൾ ഇത് കാണാൻ ആയിരങ്ങൾ നാടിന്റെ നാനാഭാഗത്തുനിന്ന് ഒഴുകിയെത്തിയതും അതിന് ഒരു ആർബിട്രേറ്ററി റോളില്, അതിന്റെ മധ്യസ്ഥ റോളില് NM ഹുസൈൻ ഹാജിയും KK മുഹമ്മദ് സുല്ലമിയും അതുപോലെ തന്നെ PN കോയട്ടി സാഹിബൊക്കെ പങ്കെടുത്തതും നമ്മൾ ഓർമ്മയിൽ നിൽക്കുകയാണ്. ഈ ഒരു വെല്ലുവിളി ഇവിടെ സ്വീകരിച്ചു. അതിനുശേഷം എന്ത് സംഭവിക്കും? ഒരു കാര്യം ഉറപ്പായിരുന്നു, അള്ളാഹുവിന്റെ വജഹ് മാത്രം കണ്ട് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പേരിൽ ഒരു നാശവും സംഭവിക്കില്ലെന്ന് അത്രയും വിശ്വാസപരമായ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വെല്ലുവിളി സ്വീകരിച്ചത്. അതിനുശേഷം ഉണ്ടായ പല സംഭവങ്ങളുണ്ട്. നമ്മളത് പറയുമ്പോൾ അവിടെ കൊടിയത്തൂരിൽ തന്നെയും ഒരുപാട് കുടുംബങ്ങളെ ശേഷം ആ വിഭാഗം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു. ആ പ്രദേശത്ത് അത് മാത്രമല്ല, തുടർന്ന് പിന്നെ ഒരു വെല്ലുവിളിക്ക് പോലും അവരുണ്ടായില്ലെന്ന് മാത്രമല്ല, അത് എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായും താത്വികപരമായും അടിസ്ഥാനപരമായും ആ ഒരു കാഴ്ചപ്പാടിന്റെ നിലപാടിനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു ഫലമാണ് മുബാഹല കൊണ്ടുണ്ടായത്. അത് വരും തലമുറക്കൊക്കെ വലിയ പാഠമായി. ഇപ്പോഴും അതിന് നേതൃത്വം കൊടുത്തവരെയും ആ കുടുംബങ്ങളെയും നമുക്കത് ഇസ്ലാമിന്റെ പേരിൽ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കൊടിയത്തൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയിൽ, അതിപ്പോ ഈ പറഞ്ഞ പോലെ പാർട്ടി കക്ഷി മറ്റൊന്നും നോക്കാതെ, അപ്പോ അതില് വളരെ മനുഷ്യരോട് നന്നായി ഇടപഴകുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ അന്ന് ആ കാലത്ത് നേതൃത്വം കൊടുത്തിരുന്നു. സ്വാഭാവികമാണ് അവരുടെ പ്രവർത്തനവും ശൈലിയും അവരുടെ ആ ഒരു ക്വാളിറ്റി, അവിടെ ആ പെരുമാറ്റമൊക്കെ പലപ്പോഴും അതിനെ ആകർഷിക്കാം. ഈ അഹമ്മദിയ പ്രസ്ഥാനം കൊടിയത്തൂരിലേക്ക് 35 മുതലാണ് വരുന്നത്. ആ ഒരു കാലം കൊടിയത്തൂരിലെ ജനത ഒറ്റക്കെട്ടായി ആ ഒരു, കാരണം ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസ സംഹിതയെ കൃത്യമായി പ്രതിരോധ സ്റ്റൈലിൽ തന്നെ എതിർത്തിരുന്നു. അന്നൊരു ഒരു ബഹിഷ്കരണ സ്റ്റൈലിൽ തന്നെ എതിർത്തിരുന്നു. പക്ഷെ കാലത്തിന്റെ മുന്നോട്ടുള്ള ഒരു പോക്കിൽ പിന്നെ അത് പ്രായോഗികമായിരുന്നില്ല. പലതുകൊണ്ട് പ്രായോഗികമായിരുന്നില്ല. അതിന് ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡന്റ് ആണ് പല ജോലികളിൽ, കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ ഒക്കെയുള്ള പലവിധ. അപ്പൊ അത് കൊടിയത്തൂരിന്റെ ഒരു പുതുമയാണ്, ഒരു പ്രത്യേകതയാണ്. കൊടിയത്തൂരിന്റെ ഒരു തനിമയാണ് അത്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരും സ്വീകരിക്കുക, പിന്നെ അവനവൻ്റെതായ ആശയം ആദർശത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ശാപ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എന്താ പ്രാർത്ഥന? നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ പടച്ചോനെ നീ ഞങ്ങളെ മേലെ ശിക്ഷ ഇറക്കുന്നതാണോ? കാരണം ഇതൊരിക്കലും അള്ളാഹിന്റെ റസൂൽ തന്നെ ഒരു ശാപപ്രാർത്ഥനക്ക് നജറാനിലെ ക്രൈസ്തവരെ വിളിക്കുമ്പോൾ അതൊരു മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് വിളിക്കുകയല്ലല്ലോ, പിന്നെ മറ്റൊരു നിർവാഹവും ഇല്ലാതെ. അത് തന്നെയാണ് ഇവിടെയും. ലോക ഖലീഫ ലണ്ടനിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിച്ച് തങ്ങളെ എതിർക്കുന്ന ആരും, അത് മാത്രമല്ല ഇവിടെയൊക്കെ അതിനെ ലഘുലേഖയും നോട്ടീസൊക്കെ നമ്മളൊക്കെ അന്ന് കണ്ടു. അത് ആകെ പ്രചരിപ്പിക്കാൻ അത് സമൂഹത്തിലുണ്ടാക്കുന്ന വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഈ ആശയക്കുഴപ്പത്തെയാണ് കൃത്യമായി. അപ്പൊ ഈ ഒരു വിശ്വാസം നമുക്കുണ്ട്, ഇതിനൊരു അള്ളാഹുവിന്റെ ശിക്ഷയെ ഭൂമിയിൽ നിന്ന് ഇറങ്ങണമെന്നില്ലല്ലോ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിന് അള്ളാഹുവിന് വേണ്ടിയുള്ള കക്ഷിക്ക് എന്തായാലും ഇതിന്റെ പേരിൽ നാശം സംഭവിക്കില്ല. അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതേസമയം ഇതിന്റെ ഫലം നമ്മൾ ഹുദൈബിയ സന്ധിയൊക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ അതിനോട് ഓമിക്കുകയല്ല, പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ഒത്തുതീർപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഒത്തുരാജിയുടെ
ആ ഒരു സന്ധിയിൽ ഒപ്പിട്ടത് ഉമർ റളിയല്ലാഹുവിനെ പോലെ ഉള്ളവർക്ക്, അലിയെ പോലുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമാണ്. പക്ഷെ റസൂൽ അതിൽ ചില കാഴ്ചകൾ കാണുക മാത്രമല്ല, പിൽക്കാലത്ത് ഇസ്ലാമിക വ്യാപാരത്തിന്റെ വിജയത്തിന്റെ എല്ലാം എല്ലാം അതിന്റെ അടിത്തറയായി പാഹിയത് ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞ പോലെ ഈ മുബാഹലയ്ക്ക് ശേഷം എന്ത് എന്ന് കുടിയത്തിൽ പരിശോധിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ വിഭാഗത്തിന്റെ അഹമ്മദിയ വിഭാഗത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അവരുടെ ജാഗരണവും പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നിലച്ചു പോയതായിട്ടാണ് നമ്മൾ കണ്ടത്. هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس